അനീതി നിങ്ങൾ കാണിക്കുന്നതല്ലേ അനീതി. ഞങ്ങളെ കേട്ടിട്ടില്ല, ഞങ്ങളെ കേട്ടിട്ടില്ല. ദൈവത്തിന്റെ സ്വന്തം നാടെന്നാ പറയുന്നത്. ഇവിടുത്തെ പഞ്ചായത്തിന്റെ ഭരണം വളരെ വേദനയാണ്. നോർത്ത് ഇന്ത്യയിലെ ഗുണ്ടായിസം നടക്കില്ല, നോർത്ത് ഇന്ത്യയിലെ ഗുണ്ടായിസം ഇവിടെ നടക്കില്ല, സമ്മതിക്കില്ല. രക്തം കൊടുക്കും, രക്തം കൊടുക്കും, രക്തം കൊടുക്കും, രക്തം കൊടുക്കും, സ്വാതന്ത്ര്യത്തിനായി രക്തം കൊടുക്കും, രക്തം കൊടുക്കും, രക്തം കൊടുക്കും, രക്തം കൊടുക്കും, രക്തം കൊടുക്കും, സ്വാതന്ത്ര്യത്തിനായി രക്തം കൊടുക്കും, രക്തം കൊടുക്കും, ഭാരതത്തിന്റെ ഭരണഘടനയ്ക്കായി രക്തം കൊടുക്കും, രക്തം കൊടുക്കും, രക്തം കൊടുക്കും, ഭാരതത്തിന്റെ ഭരണഘടനയ്ക്കായി രക്തം കൊടുക്കും. ഇന്ന് ഓമല്ലൂർ എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിന്റെ മുന്നിൽ പ്രാർത്ഥിക്കാനും ആരാധിക്കാനും എത്തിയ വിശ്വാസികളെ ഒരു കൂട്ടം BJPക്കാർ തടഞ്ഞതാണ് പ്രേക്ഷകർ കണ്ട വീഡിയോ. ഇത് പോക്രിത്തരവും തെമ്മാടിത്തരവുമാണ്. ഇത് ഉത്തരേന്ത്യയല്ല. എന്തെല്ലാം അഭിപ്രായ വ്യത്യാസമുണ്ടായാലും ഒരു ആരാധന തടസ്സപ്പെടുത്താൻ ആർക്കും അവകാശമില്ല. ബിനു വാഴമുട്ടത്തോട് എതിർപ്പുണ്ടെങ്കിൽ നിയമപരമായി എതിരിടണം, അല്ലാതെ പ്രാർത്ഥിക്കാൻ വരുന്ന വിശ്വാസികളെ തടയുകയല്ല വേണ്ടത്. അവർക്ക് ബോധവൽക്കരണം നൽകി അവരായി പിന്തിരിഞ്ഞു പോകണം, അതിനുള്ള ശ്രമം നടത്തണം. അല്ലാതെ അവർ മനസ്സോടെ പ്രാർത്ഥിക്കാൻ വരുന്നവരെ ബലം പ്രയോഗിച്ച് തടയാൻ ഇവിടെ നിയമമില്ല. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ആ മതം പ്രചരിപ്പിക്കാനും ഏതൊരു പൗരനും ഭരണഘടനയിൽ സ്വാതന്ത്ര്യം നൽകുന്നു. ആ ഭരണഘടനാ സ്വാതന്ത്ര്യം എല്ലാവർക്കും ബാധകമാണ്. ആ സ്വാതന്ത്ര്യം അവിടെ വന്ന വിശ്വാസികൾക്കും BJPക്കാർക്കുമുണ്ട്. ഇത് കേരളത്തിൽ നടക്കില്ല. ഇതുകൊണ്ടാണ് BJP വളരാത്തത്. നിന്റെയൊക്കെ വൃത്തികെട്ട മനസ്സ് എപ്പോഴായാലും പുറത്തു വരും. ഇവിടെ എത്രയോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. അവർക്കൊന്നും തോന്നിയില്ലല്ലോ. അവർക്ക് തോന്നില്ല, കാരണം അവർ മതേതര വിശ്വാസികളാണ്. നിങ്ങളോ വർഗീയ ഫാസിസ്റ്റുകളാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. അവിടെ വന്ന വിശ്വാസികൾ ആവശ്യപ്പെട്ടത് എന്താ? ഞങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കണമെന്ന്. അത് ന്യായമായ ഒരവകാശമാണ്. കഴിഞ്ഞ ദിവസം അവിടെ നടന്ന ചില പ്രശ്നങ്ങളിൽ BJP ഇന്നലെ പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇന്ന് തടയലുമായി വന്നത്. ഇതോടെ തർക്കമായി. നിയമപരമായ നടപടിയിലേക്ക് പോകണമെന്ന് പോലീസ് അവരോട് പറഞ്ഞു. എന്നാൽ ദൈവത്തെ ആരാധിക്കാൻ അവിടെ തന്നെ അവസരം തരണമെന്ന് പറഞ്ഞ് വിശ്വാസികൾ ഉറച്ചു നിന്നു. കഴിഞ്ഞ ദിവസം ഈ സെന്ററിൻ്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ഓമല്ലൂർ ഗ്രാമപഞ്ചായത്ത് കെട്ടിട ഉടമയ്ക്ക് നോട്ടീസ് നൽകിയിരുന്നു. പാസ്റ്റർ ബിനു വാഴമുട്ടം ഒളിവിലാണെന്നായിരുന്നു പോലീസ് പറഞ്ഞിരുന്നത്. എന്നാൽ പോലീസ് തെരയുന്നതിനിടെ ഫേസ്ബുക്കിലൂടെ ഇയാൾ വീഡിയോ പങ്കുവച്ചു. ഓമല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് തന്നോട് വ്യക്തിവൈരാഗ്യമുണ്ടെന്നും താൻ സ്വത്ത് തട്ടിയെടുത്തിട്ടില്ലെന്നും ബിനു ആ വീഡിയോയിൽ പറയുന്നു. അന്തേവാസിയുടെ സ്വത്ത് അവരുടെ സമ്മതത്തോടെ മറ്റൊരാൾക്ക് എഴുതി നൽകിയെന്നും ഇതിൻ്റെ രേഖ ഹാജരാക്കുമെന്നും ബിനു വാഴമുട്ടം പറയുന്നു. ബിനു വാഴമുട്ടത്തിൻ്റെ സ്നേഹത്തണൽ എന്ന വൃദ്ധസദനത്തിലെ ക്രൂരത ആദ്യം വെളിപ്പെടുത്തി രംഗത്തെത്തിയത് അണക്കര സ്വദേശിയായ 17 വയസ്സുകാരനായിരുന്നു. 3 മാസമായി ഇവിടെ ആയിരുന്നു ഈ കുട്ടി. പഠനത്തോടൊപ്പം ജോലിയും നൽകാമെന്നായിരുന്നു വാഗ്ദാനം. പഠനവുമില്ല, അടിമ ജോലികൾ ചെയ്യേണ്ടിയും വന്നതോടെ കുട്ടി അതിനെ ചോദ്യം ചെയ്തു. പിന്നാലെ മോഷണക്കുറ്റം ആരോപിച്ച് ചൂരൽ കൊണ്ട് അതിക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് പരാതി.
മർദ്ദനമേറ്റ മറ്റൊരു 15 വയസ്സുകാരൻ്റെ പരാതിയിലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ബിനു വാഴമുട്ടം ഭീഷണിപ്പെടുത്തിയെന്ന് കാണിച്ച് ഇടുക്കി സ്വദേശിയായ മുൻ ജീവനക്കാരിയും പരാതി നൽകി. പീഡനം 17 വയസ്സുകാരൻ്റെ കുടുംബത്തെ അറിയിച്ചത് ഈ യുവതിയായിരുന്നു. കുട്ടികളെ മർദ്ദിച്ച സംഭവത്തിൽ മാനേജർ മുട്ടത്തുകോണം പുല്ലാമല ഇരുന്നുകുഴിയിൽ പുതുവേലിൽ റെജി സോളമൻ 42 വയസ്സ്, പ്രമാടം മല്ലശ്ശേരി വട്ടക്കുളഞ്ഞി ചരുവുകാലയിൽ ബെന്നി ബാബു 38 വയസ്സ്, കൊല്ലം പൂയപ്പള്ളി കാറ്റാടി മരുതമൺപള്ളി ബിജോ ഭവനിൽ സിജോ കുഞ്ഞുമോൻ 34 വയസ്സ് എന്നിവരെയാണ് ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ സാഹചര്യത്തിലാണ് പ്രാർത്ഥിക്കാനുള്ള സൗകര്യം ഒരുക്കി നൽകണമെന്നാവശ്യപ്പെട്ട് വിശ്വാസികൾ രാവിലെ എത്തിയത്. സംഘർഷം ഒഴിവാക്കാനായി സമരക്കാരോട് പിരിഞ്ഞു പോകാൻ പോലീസ് ആവശ്യപ്പെട്ടു. ഒടുവിൽ BJPക്കാർ പിന്തിരിഞ്ഞു. വിശ്വാസികൾ ആരാധനയും നടത്തി. പിന്നെ ഇതൊക്കെ ഒരു മുന്നറിയിപ്പുകളാണ്. കേരളം ഉത്തരേന്ത്യയാക്കാനുള്ള ശ്രമമാണ് BJP നടത്തുന്നത്. അത് അപകടമാണ്. ക്രൈസ്തവ സമൂഹം തിരിച്ചറിയണം.